വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ട് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് വെജിറ്റബിൾസ് എല്ലാം കൂടുതൽ ഉൾപ്പെടുത്തിയ ലോ കാലറിയിലുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വണ്ണം കുറയ്ക്കേണ്ടത്. അതുപോലെ തന്നെ മിനിമം 2.5 ലിറ്ററെങ്കിലും വെള്ളവും കുടിച്ചിരിക്കണം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാവുന്ന ഓട്സ് ചില്ലയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. കൂടെ ഒരു ടൊമാറ്റോ ഗ്രീൻ ചട്നിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓട്സ് ചില്ലയുടെ പ്രിപ്പറേഷൻ കണ്ടാലോ? ആദ്യം തന്നെ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഓട്സ് ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 2-3 മിനിറ്റത്തേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓട്സ് നന്നായി റോസ്റ്റായ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറുന്നതിന് വേണ്ടി ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇതൊന്ന് പകർത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓട്സ് എല്ലാം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തരിതരിപ്പായി പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് പകർത്താം. ഇപ്പോൾ ഓട്സ് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തീരെ ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരികളോട് കൂടിയ രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരല്പം കുഴിവുള്ള ബൗളിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഓട്സ് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കടലമാവ് കൂടെ ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം പാകത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്ന ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. ദോശമാവിനേക്കാൾ ഒരല്പം കൂടി ലൂസായ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ വെള്ളം കൂടി പോകാനും പാടില്ല. കടലമാവിലുള്ള ചെറിയ ചെറിയ കട്ടകളൊന്ന് ലയിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇതിലേക്ക് ലയിച്ച് കിട്ടും. ഇപ്പോൾ ഈ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ ഓട്സും റവയും ഒക്കെ നന്നായിട്ട് കുതിർന്ന് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയുടെ വെള്ള ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എഗ് വൈറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊരല്പം കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും. 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർക്കാം. എരിവിനാവശ്യമായിട്ടുള്ള 1-2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇതോടൊപ്പം പൊടിയായി അരിഞ്ഞ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ബാറ്ററിലേക്ക് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഓട്സ് ചില്ലയുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഓട്സ് ചില്ല ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ബാറ്റർ പാനിലേക്ക് ഒഴിച്ചൊന്ന് പരത്തിയെടുക്കാം. സാധാരണ ദോശയുടെ വലിപ്പത്തിൽ ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് 2 എഗ് വൈറ്റ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ആദ്യത്തെ ഒരു ഓട്സ് ചില ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത വെജിറ്റബിൾസ് മാത്രമല്ല, ഇലക്കറികളായാലും ബീറ്റ്റൂട്ട്, ബീൻസ്, ക്യാബേജ് അങ്ങനെയുള്ള ഏത് തരം വെജിറ്റബിൾസും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടുതൽ വെജിറ്റബിൾസ് ചേർക്കുന്ന സമയത്ത് ഓരോ ഐറ്റംസിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതിയാകും. നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത ബാറ്ററിൽ നിന്നും ഏകദേശം 6 ഓട്സ് ചില്ല തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെയ്റ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് സാധാരണ ദോശയുടെ വലിപ്പത്തിലുള്ള 2 ഓട്സ് ചില്ല ഒരു നേരത്തേക്ക് മതിയാകും. ഓട്സ് ചില്ല ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതിന് വേണ്ടി ഒരു ടൊമാറ്റോ ഗ്രീൻ ചട്നി കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി കാണാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി കഷ്ണങ്ങളാക്കിയത്, എരിവിനാവശ്യമായ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചേർക്കാം. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില കൂടെ ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ ചേർക്കാം. ആപ്പിൾ സിഡർ വിനിഗർ ഇല്ലെങ്കിൽ പകരം ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. 4 അല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചട്നി നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. തേങ്ങ ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. വെയ്റ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്